2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇനി റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്നറിയാനായിട്ടുള്ള ഏറ്റവും വലിയ തോതിലുള്ള ഒരു കാത്തിരിപ്പ്. അതിനിടയിൽ തന്നെയാണ് പല രീതിയിലുമുള്ള കണക്ക് കൂട്ടലുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, അല്ലെങ്കിൽ എന്തട്ടിമറിയും സംഭവിക്കാൻ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ നിലവിൽ കേരളത്തിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന പാലക്കാട് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, പല തരത്തിലുമുള്ള വിവാദങ്ങളും അതോടൊപ്പം തന്നെ പല രീതിയിലുമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ സംഭവിച്ച പാലക്കാട് ഇത്തവണത്തെ 2026 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDFന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു മണ്ഡലമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവർക്ക് സേഫ് സോൺ ആയിരുന്ന ഒരു മണ്ഡലം കൈവിട്ടു പോകുമോ എന്ന വളരെ വലിയ തോതിലുള്ള പേടി വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ നടന്ന, അതായത് അവിടുത്തെ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വളരെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് വളരെ വലിയ തോതിൽ പ്രശ്നമായി മാറിയത്. ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് മറ്റു പല സേഫ് സോൺ മണ്ഡലങ്ങൾ പോലെ വിജയിച്ച് കയറാൻ എളുപ്പമായിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഈ പറയുന്ന പാലക്കാട് എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ ആ പ്രശ്നത്തിന് ശേഷം കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് പാലക്കാട് വളരെ വലിയ തോതിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ഈ പറയുന്ന തോതിൽ അവിടുത്തെ പ്രവർത്തകർക്കിടയിലായാലും അതോടൊപ്പം തന്നെ പല രീതിയിലുമുള്ള കാര്യങ്ങൾ നോക്കിയാലും ജനങ്ങൾക്കിടയിലായാൽ തന്നെയും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്ന തരത്തിലോട്ട് അവിടെ കാര്യങ്ങളെത്തി. ആ സമയത്താണ് അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വരവും കൂടി സംഭവിച്ചത്. BJP അത് മാക്സിമം അത് വളരെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നോക്കി. അത് ഒരു പരിധി വരെയും BJPക്ക് വിജയകരമായി കാര്യങ്ങൾ മാറി മറിയുകയും ചെയ്തു. പക്ഷെ അവസാന നിമിഷം ശോഭാ സുരേന്ദ്രനെയും വെട്ടിലാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു എന്നതും വാസ്തവമാണ്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് പല രീതിയിലുമുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ്, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ തോതിലുള്ള കണക്ക് കൂട്ടലുകൾ, സർവേ റിസൾട്ടുകൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്നത് പ്രകാരം പാലക്കാട് അട്ടിമറി സംഭവിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് പാലക്കാട് UDFൻ്റെ കൈവശത്ത് നിന്ന് സീറ്റ് നഷ്ടപ്പെട്ട് BJPയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ് ഈ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്നും അതോടൊപ്പം തന്നെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാമെന്നും, പക്ഷേ ഒരു മുൻതൂക്കം നല്ല രീതിയിൽ ശോഭാ സുരേന്ദ്രനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒന്നാം സ്ഥാനത്ത് BJPയും രണ്ടാം സ്ഥാനത്ത് UDFും മൂന്നാം സ്ഥാനത്ത് LDFും എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് BJPയും UDFും തമ്മിലാണ് എന്നുള്ളതും എടുത്തു പറയണം. BJPക്ക് വോട്ട് കൂടുകയും UDFന് വോട്ട് കുറയുകയും ചെയ്യുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. LDF വോട്ടുകൾ നിർണായകമാകുമെന്നുള്ള തരത്തിലും സർവേ റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. LDFന് കാര്യമായിട്ടുള്ള ഒരു വളർച്ച എന്തായാലും പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നും മനസ്സിലാക്കുന്നു. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലുള്ള അട്ടിമറി സാധ്യത നിലനിന്ന ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല. സർവേ റിസൾട്ട് നോക്കുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് അവിടെ വിജയിച്ച് കയറാൻ സാധിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ ഉണ്ടാകുമെന്നുള്ളതും സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ശോഭയ്ക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്, ഒരു എഡ്ജ് നൽകിയിരിക്കുന്നത് ശോഭയ്ക്ക് തന്നെയാണ്. അതും അവിടെ ഈ പറയുന്ന തോതിൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റിൽ UDFന് അടിപതറുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യം. അതും
ശോഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കറക്റ്റായിട്ടുള്ള വോട്ട് മുന്നേറ്റം നടത്തുമെന്നാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അന്തിമഘട്ടം, അതായത് ഒരു ഫിനിഷിംഗ് പോയിന്റ് വരെയും കാര്യങ്ങൾ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ടെങ്കിൽ പോലും ശോഭയ്ക്ക് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത്. അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന രമേശ് പിഷാരടി, തീർച്ചയായിട്ടും രമേശ് പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷം വളരെ വലിയ തോതിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് UDFന് ഈ ഒരു വിജയം അനിവാര്യമാണ് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന പോലെയാണെങ്കിൽ UDFനെ തള്ളിക്കൊണ്ട് അവിടെ BJP ജയിക്കുമെന്നാണ് ഈ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു എന്ന തരത്തിലാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. സർവേ റിസൾട്ട് പോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ BJPയിൽ നിന്നും ഒരു വനിതാ MLA നിയമസഭയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. അത് സംഭവിക്കുമോ, അതല്ല UDFന് തടയിടാനായിട്ട് സാധിക്കുമോ അവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നത്. കാത്തിരിക്കണം, യഥാർത്ഥ ജനവിധി എന്താണ് എന്നറിയാനായിട്ട് തീർച്ചയായിട്ടും ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും കാത്തിരിപ്പ് അനിവാര്യമാണ്. അതിൽ ആർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും, ആർക്കായിരിക്കും ഏറ്റവും വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാവുക പാലക്കാട്, എന്ത് തരം അട്ടിമറി ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും സർവേ റിസൾട്ട് പോലെയാണെങ്കിൽ ശോഭയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. ശോഭ വിജയിക്കാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കണക്ക് വരുന്നത്. അതിൽ UDF 2ാം സ്ഥാനത്തും LDF 3ാം സ്ഥാനത്തും എന്നുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്.